കെ രാഘവൻ എംപിയും അവിടെയുണ്ട്. അർജുനെ കണ്ടെത്തുന്നതുവരെ വിശ്രമമില്ല, അതുവരെ സജീവമായി ഇടപെടലുകൾ തുടരുമെന്നാണ് അദ്ദേഹവും പങ്കുവയ്ക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേൾക്കാം കെ രാഘവൻ എംപി. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനാവശ്യമായ മിലിറ്ററി ഫോഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും പെനിട്രേറ്റിംഗ് റഡാറാണ് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്നാൽ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഉച്ചയോടെ എത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അതെ അപ്പോൾ എത്തുമെന്നാണ് അറിയിച്ചത്. ഇപ്പോൾ ഏതായാലും നമ്മുടെ ബന്ധപ്പെട്ട MLA വരുന്നുണ്ട്. MLAയുമായി സംസാരിക്കാൻ പോവാണ്. MLAക്കാണ് മോണിറ്ററിംഗ് ഇവിടെ ചാർജ്. അപ്പോൾ MLA അതിന് പരമാവധി താല്പര്യമെടുക്കുന്ന ആളാണ്. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളും അദ്ദേഹം ഇവിടെയുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. അദ്ദേഹമാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം വന്നാൽ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പം മണ്ണ് നീക്കം ചെയ്ത് കൊടുക്കുക, മേലെയുള്ള മണ്ണ് മുഴുവൻ നീക്കം ചെയ്യണം. കാരണം ആ സംശയം തീർക്കാനാണ് ഒന്ന്. അതിനുശേഷമായിരിക്കും താഴെ പോവുക. പുഴയിൽ ഇപ്പം നാവി ഇറങ്ങി. അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ താഴെത്തട്ടിൽ എത്തിയിട്ടുള്ള മണ്ണും കൂടി പരിശോധിക്കണം. അതും കൂടി പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോ കൂടുതൽ ഫോക്കസ് മറ്റേ കർണാടക സർക്കാർ ഇന്നലെ പറഞ്ഞത് പുഴയിലാണ്, കരയിൽ ലോറിയില്ല, ഏതാന്ന് ഉറപ്പിച്ചു. ഏതായാലും ഇവിടുത്തെ മണ്ണിപ്പം നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നീക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഒന്ന്, ചിലപ്പോൾ മന്ത്രി കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത വിവരമായിരിക്കും, അത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇപ്പൊ ഏതായാലും മിലിറ്ററിയും മറ്റ് കോഴിക്കോട് നിന്ന കുറെ ടീമുണ്ട്, കുരാച്ചുണ്ടെന്നും ബാരിച്ചുണ്ടെന്ന ടീമുണ്ട്, വളണ്ടിയേഴ്സ്. അവരെല്ലാം കൂടി ഈ മണ്ണ് നീക്ക നടപടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വ്യക്തിപരമായ ഇവിടെ ഇത്ര സമയം ഉണ്ടായതല്ലേ, എന്താണ് തോന്നുന്നത് ഈ കരയിൽ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത? നമുക്കതങ്ങനെ പറയാൻ കഴിയില്ലോ. കാരണം മണ്ണ് ഉള്ള മണ്ണ് നീക്കിക്കൊടുക്കാണ്. അത് നീക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്രമേ ചളിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഈ റോഡിന് വലതുവശത്തേക്ക് ഇപ്പോ സെർച്ച് മാറ്റിയിട്ടുണ്ടോ? നടക്കാണ്. അവിടുത്തെ മണ്ണ് നീക്കിക്കൊടുക്കാണ്. രണ്ട് ഭാഗത്തുള്ള മണ്ണ് നീക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ടോ? കൂടുതൽ മണ്ണ് മാന്തി യന്ത്രങ്ങളോ ടിപ്പറുകളോ? അല്ല, ഇപ്പൊ അവിടെ എനിക്ക് തോന്നുന്നത് ഞാൻ രാവിലെ കണ്ടത് 4, 5, 6 ഈ പറഞ്ഞ മണ്ണ് മാന്തി യന്ത്രങ്ങൾ അവിടെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സൈന്യത്തിന്റെ സേവനം എങ്ങനെയാണ് ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നത്? അല്ല, അവർ ഇത് നോക്കുകയാണ്. ഓരോ സ്ഥലത്തും അവരും ഇവരെ കൂടെ കൂടുകയാണ്. ഈ മണ്ണ് നീക്കുന്ന കാര്യത്തിൽ കൂടുകയാണ്. അവിടെ നോക്കുകയാണ് അവർ. ഇപ്പൊ കൂടുതൽ ഈ ഡെപ്തിൽ പോകണമെങ്കിൽ ഈ റഡാർ വരണം. ആ റഡാർ കൊണ്ടുവരാൻ ശ്രമത്തിലാണ് മിലിറ്ററി ഏർപ്പെട്ടിട്ടുള്ളത്. മൺകൂനയിലേക്ക് സെർച്ച് മാറ്റിയിട്ടുണ്ടോ? ഈ അല്ല, ഇപ്പൊ നടക്കുന്നത് മേലത്തെ മണ്ണ് നീക്കുകയാണ്. ഇപ്പം കരയിലെ മണ്ണ് അത് നീക്കിയതിന് ശേഷം മാത്രമേ താഴോട്ട് ഇറങ്ങും. നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഏതായാലും അവസാന പ്രതീക്ഷയുണ്ട്. അല്ല, നമ്മൾ പ്രതീക്ഷയിലാണ്. കാരണം നമുക്ക് എങ്ങനെ കണ്ടെത്തിയേ പറ്റൂ. ആ ശ്രമമാണ് നടത്തി വരുന്നത്. അല്ല, റോഡിന്റെ 2 സൈഡിലും ഇനിയും മണ്ണുണ്ട്. ആ മണ്ണാണ് ഇപ്പൊ നീക്കം ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഭാഗത്തിൽ മണ്ണ് കുറേ ഇന്നലെ നീക്കം ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി മണ്ണ് നീക്കുകയാണ്. കാരണം അവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഇപ്പം 3 പേരെ കിട്ടാനുണ്ട്, അർജുൻ ഉൾപ്പെടെ. അപ്പോൾ ആ ശ്രമം നടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള എന്താണ് അവരുടെ നീക്കം പറയാൻ സാധിക്കും. റവന്യൂ മന്ത്രി ഇന്നലെ പറഞ്ഞു 98% അല്ല, ഞാൻ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞായിരിക്കാം. അതുകൊണ്ട് നമുക്ക് അറിയില്ല. അത്രത്തോളം ഗൗരവ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ എടുത്തിട്ടില്ല എന്നാണ്. അല്ല, അങ്ങനല്ല. ഇപ്പൊ ഓരോ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന റിപ്പോർട്ടാണ്, നമുക്കൊന്നും പറയാൻ കഴിയില്ല. നമുക്ക് ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പറഞ്ഞായിരിക്കും. മറ്റേ അദ്ദേഹം എല്ലാം അറിയണമെന്നില്ല. എന്തായാലും ഇപ്പോൾ നേരത്തെ ഉണ്ടായ അതേ രീതിയിലുള്ള തെരച്ചിൽ തന്നെ നടന്നു. ഈ സംവിധാനം എപ്പോഴത്തേക്ക് എത്താൻ പറ്റും? വളരെ അടിയന്തരമായി എത്തേണ്ടത്. അവർ ഉച്ചക്ക് മുമ്പേ എത്തും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എവിടുന്നാ വരുന്നത് അതറിയില്ല. അത് പറഞ്ഞില്ല. അതായത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാർ വരികയാണ്. ഡെപ്തിൽ പോയാൽ കാണാൻ സാധിക്കും എവിടെയുണ്ട്. ആ മണ്ണിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ ശ്രമം കൂടി നടത്താമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. കെ രാഘവൻ MP പറയുന്ന, പങ്കുവയ്ക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതീക്ഷയും അങ്ങനെയാണ്. എന്തായാലും റോഡിലെ പരിശോധന അത് പൂർണ്ണമാക്കണം. അത് പൂർണ്ണമാക്കിയതിനു ശേഷം മാത്രം പുഴയിലേക്ക് കേന്ദ്രീകരിക്കണം. അതാവണം തെരച്ചിൽ സ്ട്രാറ്റജി എന്ന അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഇന്നലെ കർണാടകയുടെ റവന്യൂ മന്ത്രി പറഞ്ഞ വിഷയത്തിലും അടക്കം അതിൽ സംഭവിച്ചത് ഉദ്യോഗസ്ഥർ നൽകിയ കണക്കുകൾ, സംഭവങ്ങൾ എന്നതാണ് അതാണ് പറയുന്നത്.